പണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഗാനമേള വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പാട്ട് ആവശ്യപ്പെട്ട് അവരുടെ ലിറിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ പാടി തരുമല്ലേ. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ നടക്കൂല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യപ്പെടുന്ന പാട്ടൊക്കെ അവർ പാടി തരണമെങ്കിൽ നമ്മൾ അടുത്തുള്ള പാർട്ടി ഓഫീസിൽ ചെന്നിട്ട് പെർമിഷൻ മേടിക്കണം. എനിക്ക് ഇങ്ങനെയുള്ള പാട്ട് പാടാനായിട്ട് ഞാൻ ഈ ഗാനമേളക്കാരെ കൊണ്ട് പാടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നമ്മൾ ആദ്യമേ പോയി ഏതാ പാട്ടാണ് പാടിക്കാൻ വേണ്ടി പോകുന്നത് എന്നെല്ലാം കൃത്യമായ വിവരങ്ങൾ കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം ഒരു ഉത്സവ സമയത്ത് അവിടെ ഒരു ഗണഗീതം പാടിയായിരുന്നു. അവിടെ വരുന്ന ഗണഗീതം അവിടെ നിന്ന് ഗാനമേള ആളുകളെ കൊണ്ട് ഗണഗീതം പാടിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം പ്രവർത്തകരെല്ലാം കൂടെ കയറി ആ ഗാനമേളയെ അലങ്കോലമാക്കി കേട്ടോ. ഗാനമേളയെ തടസ്സപ്പെടുത്തുകയും അവിടെ സംഘർഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അതിനവരെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നത് ഗണഗീതം പാടിയതായിരുന്നു. അതായത് അവിടെ അവർ ശരിക്കും അവിടെ പാടേണ്ട പാട്ട്, അതായത് അമ്പലത്തിൻ്റെ അകത്ത് പാടേണ്ട പാട്ടെന്ന് പറയുന്നത് പുഷ്പനയറിയാമോ, നമ്മുടെ പുഷ്പനയറിയാമോ, അതുപോലെ തന്നെ ചോര വീണ മണ്ണിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിപ്ലവം. അതായത് അവിടെ അമ്പലത്തിലെ ആളുകൾ വരുന്നത് ഭക്തി കൊണ്ടൊന്നുമല്ല. ആളുകൾ അമ്പലത്തിൽ വരുന്ന ആളുകളെ ചോര തിളപ്പിച്ച് അവരെ എന്താണ് പറയുന്നത്, അവരുടെ വിപ്ലവ വീര്യത്തെ പുറത്ത് കൊണ്ടുവരികയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് അമ്പലങ്ങൾ വഴി. അല്ലാതെ അമ്പലം എന്ന് പറയുന്നത് ഭക്തിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമൊന്നുമല്ല. അത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം നിറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സങ്കേതമാണ് ചില ആളുകൾക്ക് അമ്പലങ്ങളെന്ന് പറയുന്നത്. അവിടെ ദേശഭക്തി ഗാനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിനെ സ്തുതിക്കുന്നതായിട്ടുള്ള ഭക്തി ഗാനങ്ങൾക്കോ അല്ലെങ്കിൽ ഭക്തി ഗാനങ്ങൾക്കോ ഒന്നും ഇവിടെ പ്രാധാന്യമില്ല. അവിടെ വിപ്ലവ ഗാനങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം. അപ്പോൾ അവിടെ അങ്ങനെ ഉള്ള സങ്കേതങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അമ്പലങ്ങളിൽ ഇപ്പോൾ ചില ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സങ്കേതങ്ങളിൽ നമുക്ക് എന്തെങ്കിലും പാട്ടുകൾ പാടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അവരുടെ സമ്മതം മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ സമ്മതം മുൻകൂട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനപരമായിട്ട് ഗാനമേള ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഗാനമേള നടത്താൻ വരുന്ന പ്രോഗ്രാം ഏജൻസികളുടെ ട്രൂപ്പുകൾക്ക് എന്താണ് പറയുക, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവർക്ക് വലിയ അവരുടെ സാധനങ്ങൾക്ക് നാശനഷ്ടം വരുത്താതെ സമാധാനപരമായിട്ട് അവർക്ക് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ അനുവാദം ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടതുപക്ഷ ചായ്വുള്ളത് വിപ്ലവ ഗാനങ്ങളൊക്കെ പാടിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അനുമതി മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഫ്രീ ആണ്. അവിടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു അനുവാദം എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ. ബാക്കി വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടൊന്നും ഇങ്ങനെയുള്ള വിപ്ലവ ഗാനങ്ങളൊന്നും അവിടെ ചെന്നിട്ട് പാടാനായിട്ടൊന്നും അവിടെ പോയി ആരും ചോദിക്കാനൊന്നും നിൽക്കല്ലോ. അവന്മാർ പിടിച്ചിട്ട് അറിയും, കണ്ട വഴിയൊക്കെ ഓടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫറാണ്. ഈ ഒരു ഓഫർ അമ്പലത്തുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ആരെയും വർഗീയവാദിയായിട്ടൊന്നും കരുതരുത് കേട്ടോ. കാരണം ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചകൾ കണ്ടിട്ട് പറഞ്ഞു പോയതാണ്. കാരണം അമ്പലങ്ങളെന്നൊക്കെ ക്ഷേത്രങ്ങളെന്നൊക്കെ പറയുന്നത് ചില നാറുകൾക്ക് കയറി നിരങ്ങാനുള്ള ഒരു വേദിയായിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ക്ഷേത്രങ്ങൾ വിശ്വസിക്കുന്ന, അമ്പലത്തിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള കുറേ എന്താണ് പറയുന്നത്, അവരെ കുറച്ചൊരു മാന്യമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുറേ കഴിവരുടെ മക്കൾ നശിപ്പിച്ച് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ അമ്പലങ്ങളെന്ന് പറയുന്നത് ഏത് നാറിക്കും കയറി ഇറങ്ങി പോകാനുള്ള ഒരു സങ്കേതമായിട്ട് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇനി തിരിച്ചു പിടിക്കാനൊന്നും പറ്റില്ല, അത് പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമാധാനപരമായ രീതിയിലൊക്കെ നമുക്ക് ഒരു കലയെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യമൊന്നും മറക്കല്ലോ. കുറച്ച് വീഡിയോ ലെങ്ത് കൂടി പോയെന്ന് എനിക്കറിയാം. എങ്കിലും അവസാനമായിട്ട് ആരെയും കാണുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിക്കുക. നമുക്ക് സമാധാനമല്ലേ നമുക്ക് വരും. നമുക്ക് എന്തിനാ വെറുതെ തല്ലുകൊള്ളണം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. ബൈ.